ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഹിന്ദുക്കൾ ഈശ്വരൻ ആരാധിക്കാൻ വളരെ എളുപ്പമാണ്. എന്തിലൂടെ നമുക്ക് ഈശ്വരൻ ആരാധിക്കാം? ഒരു ക്ഷേത്രത്തിൽ പോയാൽ അവിടുത്തെ വിഗ്രഹം ശില കൊണ്ടായിരിക്കാം. അതിലൂടെ നമുക്ക് ഈശ്വരൻ ആരാധിക്കാം. ആ ശിലയല്ല ആരാധിക്കുന്നത്, ആ ശിലയിലൂടെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ ദേവതാരൂപേണയാണ് ആരാധിക്കുന്നത്. നല്ല പ്രത്യേകത. അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഒരു ആല് കാണാം. ആ ആലിനെ പ്രദക്ഷിണം വയ്ക്കും. ആ വൃക്ഷത്തിലൂടെയും ഈശ്വരനെ ആരാധിക്കാം. പ്രഭാതത്തിൽ എഴുന്നേറ്റ് സൂര്യൻ ഉദിച്ചു വരുന്നു. സൂര്യഭഗവാനെ നോക്കിയിട്ട് നാം പ്രാർത്ഥിക്കുന്നു. ഓം ഭൂർഭുവസ്വത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് എന്ന് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കും. സൂര്യനിലൂടെ ഈശ്വരനെ ആരാധിക്കാം. വായു നമുക്ക് ഭഗവാനാണ്, വായു ഭഗവാനാണ്. ജലം നമുക്ക് വരുണദേവനാണ്. ആരാധ്യമല്ലാത്ത ഒരു വസ്തു പോലും പ്രപഞ്ചത്തിലില്ല. ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഏതിലൂടെയും ഈശ്വരനെ ആരാധിക്കാം. ഒരാളെ നമ്മൾ ചവിട്ടിപ്പോയി മേടിക്കാം. ഭാരതീയ സംസ്കാരം എന്താണ്? സോറി പറയലല്ല സംസ്കാരം. അയാളെ തൊട്ട് തൻ്റെ ഹൃദയത്തിൽ തൊട്ട് ശിരസ് വയ്ക്കും. അദ്ദേഹത്തിനുള്ള ചൈതന്യവും എൻ്റെ ഉള്ളിലുള്ള ചൈതന്യവും ഈ ഈശ്വര ചൈതന്യം തന്നെയാണെന്ന് ഉറപ്പിക്കും. അപ്പം നമ്മുടെ ഉള്ളിലും എല്ലാവരുടെ ഉള്ളിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ. അതുകൊണ്ട് ഈശ്വരനെ ആരാധിക്കണമെങ്കിൽ പ്രപഞ്ചത്തിലെ ഏത് വസ്തുവിനും ഓരോ പരമാണുവിനെ ആരാധിക്കണം. ഈശ്വരനെ എവിടെ അണോരണിയാൻ ഓരോ പരമാണുവിൻ്റെ ഉള്ളിലും, അഥവാ പരമാണുവിനെ വിഭജിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലും പരമാണുക്കളെ സൃഷ്ടമായതാണ് പ്രപഞ്ചം. അതുകൊണ്ട് മഹത്വോ മഹിയാണ്. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയത് പ്രപഞ്ചം തന്നെയാണ്. ആ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെയാണ് നാം ഈശ്വരൻ എന്ന് പറയുന്നത്.